അപ്പോൾ ഇത് ഏകദേശം ചൂടായി കഴിഞ്ഞു. ഏകദേശം റെഡിയായി. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി ഇത് സംഭവം. ഓഫ് ചെയ്യാം. ആഹാ, അതാണ്ടാ പൊരിച്ച്. ഇത് വെറുങ്ങനെ ചായയിലും കഴിക്കാം. ഇത് ചായ കുടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ. ബ്രെഡ് നല്ല നെയ്യൊക്കെ ഇട്ട നല്ല ബ്രെഡ്. അപ്പോൾ നമ്മൾ ഇത് ഈ മുട്ടൻ്റെ അകത്തേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് നല്ല ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന മുട്ടയും മിൽക്ക് മെയ്ഡും പഞ്ചസാരയും നെയ്യും തടി അങ്ങോട്ട് കുറയും അല്ലേ? കൊളസ്ട്രോൾ ഒട്ടും ഉണ്ടാവില്ല. ഒരു ഗ്ലാസ് പാല് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം 6 മുട്ട അടിക്കുമ്പോഴത്തേക്കും 200 ഗ്രാം പാല് 200 ml പാലാണ് ഒഴിക്കുക. പാല് കൂടി കഴിഞ്ഞാൽ ചിലപ്പം ഇത് വേവത്തില്ല. ഇതിന് നമ്മൾ വേവിച്ചെടുക്കും അല്ലേ? ഇത് ബ്രെഡ് ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കും. ഇനി കാരമലൈസ് ചെയ്യണം. കാരമലൈസ് പഞ്ചസാര ഇതിൽ ഇട്ടിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ചൂടാക്കി എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആവിയിൽ വേവിക്കാം. ഒരു തുള്ളി വെള്ളം, ഒരു ശകലം വെള്ളം. അപ്പോൾ നമ്മളെ കാരമലൈസേഷൻ ഏകദേശം നല്ല ഈ കളറിൽ പരുവത്തിലായി. ഇനി നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് ഇത് ഉണ്ടാക്കുന്ന ആവിയിൽ വേവിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യണം. ഇതിപ്പോൾ നല്ല തേൻ പോലെ ആയിട്ടുണ്ടല്ലേ? തേനിൻ്റെ ഒരു കളർ. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് പിച്ചി അതിലേക്ക് ഇട്ടാൽ മതി. ഇങ്ങനെ മുക്കിയെടുത്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അല്ലേ? നമ്മൾ ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനി ഈ ആവി പാത്രത്തിലേക്ക് ഒഴിക്കാം. ആവി ചെമ്പിലേക്ക് ഒഴിക്കാം. ഇത് നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്ത സാധനത്തിലേക്ക് ഇത് ഒഴിക്കുകയാണ്. പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് പൊരിച്ചു വെച്ച അത് ഇട്ടത്. അണ്ടിപ്പരിപ്പ് പൊരിച്ചത് അതിൻ്റെ പുറത്ത് തൂക്കി കൊടുക്കാം. അതിൽ കിസ്മിസ് ഉണ്ടോ? ഇല്ല, കിസ്മിസ് അണ്ടിപ്പരിപ്പ് പൊരിച്ചതും പിന്നെ ചെറിയ നട്ട്സ് ഇല്ലേ, ചെറുത് പൊടിച്ച. പൊടിച്ച അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ട നട്ട്സ് എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ കൊണ്ട് മേലെ കവർ ചെയ്യാം. ആവി ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ. ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ആവിയിലേക്ക് വെച്ച് ഇതിങ്ങനെ തന്നെ വേവിച്ച് എടുക്കുകയാണ്. ഇത് എത്ര സമയം വെക്കേണ്ടി വരും ചേച്ചി? ഇങ്ങനെ ഒരു 10-15 മിനിറ്റ്. 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ച് വേവിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ തണുപ്പിച്ച് ഉപയോഗിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. ഓക്കെ. ശേഷം നല്ലപോലെ വെള്ളം തിളച്ച് റെഡിയായിട്ട് കിടക്കുകയാണ്. കുറയ്ക്കും. ഓക്കെ. അപ്പോൾ ഒരു 15 മിനിറ്റ് എങ്കിലും 10-15 മിനിറ്റ് വെച്ചാലേ ഇത് വെന്ത് കറക്റ്റ് ആവത്തുള്ളൂ. നമ്മുടെ ഈ ബ്രെഡ് പുഡിംഗ് റെഡിയാവാൻ വേണ്ടി ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. നല്ല വെന്ത് വരണം. എന്തായാലും വെയിറ്റ് ചെയ്ത് കാല് കഴിക്കണ്ട. ഇതിൻ്റെ റീക്യാപ്പ് ഒന്ന് കണ്ടോളൂ, എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കിയെന്നുള്ളത്. മുട്ട, ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും 1 ഗ്ലാസ് പാലും ചൂടാക്കിയ ബ്രെഡ് കഷ്ണങ്ങളും ചേർക്കുക. കാരമലൈസ് ചെയ്ത പഞ്ചസാരയിലേക്ക് ഈ മിശ്രിതം ഒഴിച്ച് മുകളിൽ അണ്ടിപ്പരിപ്പും വിതറി ആവിയിൽ വേവിക്കുക. വെന്ത ശേഷം തണുപ്പിച്ച് ഉപയോഗിക്കാം. എന്തായാലും ഈ ബ്രെഡ് പുഡിംഗ് റെഡിയാവാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. എന്തായാലും ഇതൊന്ന് ആറി ഇത് തണിഞ്ഞ് തണുത്തിട്ട് ഞാൻ കഴിച്ചിട്ടേ വരുന്നുള്ളൂ. എന്തായാലും നിങ്ങളോടെയും പോകണ്ട, ഒരു ബ്രേക്ക് എടുത്തോ. ബ്രേക്ക് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സൈക്കിളുമായിട്ട് പുറകെ വരും, മഖാനിയുമായിട്ട്. അപ്പോൾ ഒരു കുട്ടി ബ്രേക്ക്. ഈ മലബാർ ഏരിയയിലെ ഒട്ടുമിക്ക പുഴയോരങ്ങളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പ്രതീക്ഷേട്ടൻ. ഈ പ്രതീക്ഷേട്ടൻ്റെ കൂടെ താണ്ട് ഈ പുഴയോരത്തൊക്കെ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഇന്നൊരു കിടില സാധനം കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇതിനെ പറയുന്നത്? ഇത് ചെമ്മീൻ. ഇത്രയും വലിയ ചെമ്മീൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
ഇന്ന് ഇതുകൊണ്ടുള്ളൊരു ഡിഷാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത്? കൊഞ്ച് റോസ്റ്റ്. കൊഞ്ച് റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ മക്കാനിയിൽ നമ്മൾ കൊഞ്ച് റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നോക്കാം അല്ലേ? റെഡി. പോവാം. അപ്പം നമ്മൾ നേരത്തെ തന്നെ പുഴയിൽ നിന്ന് പിടിച്ച കൊഞ്ച് ഇവിടെ അവിച്ച് അല്ലെ റോസ് ഇതെന്താ പുഴുങ്ങി അല്ലേ? മുക്കാൽ വേവ് പുഴുങ്ങി. ഓക്കെ, മുക്കാൽ വേവ് പുഴുങ്ങി ഇവിടെ റെഡി ആയിട്ട് നല്ല ചുവന്ന് തുടുത്ത് കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ചെമ്മീൻ റോസ്റ്റിലേക്ക് കിടക്കാം അല്ലേ? റോസ്റ്റിലേക്ക് കിടക്കാം, പരിപാടിയിലേക്ക് കിടക്കാം. എന്താണ് ഏട്ടാ, തുടങ്ങിക്കോളൂ. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് ഈ പാത്രത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിടുന്ന ഉള്ളി സവാള ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് കഴിയും. പിന്നെ പച്ചമുളക് കുറച്ചെടുത്ത് പച്ചമുളക് അതിട്ട് പിന്നെ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അതൊക്കെ ഇട്ട് അതിനുശേഷം നമ്മൾ നന്നായിട്ട് വരട്ടി കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് അതിന് ശേഷം സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക അല്ലേ? വീണ്ടും അതൊരു വേറൊരു കളർ ആവുന്നവരെ നല്ല പാകമായി ഒരു വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ലേശം ഉപ്പ് ഇടുക. ഉപ്പ് ഒഴുകുന്ന പുഴ അടിയിൽ കൂടെ അതിന്റെ മുകളിൽ ഇരുന്നാണ് കുക്കിംഗ്. ഇവിടെ എപ്പോഴും കുക്ക് ചെയ്യാറുണ്ടോ ഇങ്ങനെ? ഇവിടെ അങ്ങനെ കമ്പനി കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ വരുമ്പോൾ മാത്രം അതൊരു രസമാണല്ലോ. കാരണം അടുക്കളയിൽ നിന്നും ഈ പാലത്തിന്റെ പുറത്തേക്ക് കുക്കിംഗ് വരിക എന്ന് പറയുന്നത് രസമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഉപ്പ് ഇട്ടു നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് വാടി തുടങ്ങി തക്കാളി ഇതിലിടുക. ഏകദേശം നമ്മൾ ഇട്ട് എല്ലാം ഒരു വരണ്ടി വരണുണ്ടല്ലേ? വരണ്ടി വന്ന് തക്കാളി ഒക്കെ ഇട്ട് നല്ല പാകമായി വരുമ്പോൾ നമ്മൾ ഇവിടെ നല്ലോണം വാടി വരില്ല. എന്നാലും നല്ല എന്താ പറയാ, തൊണ്ടൊക്കെ ഇട്ട് നല്ല തീയാണ്. നല്ല ഒഴുകുന്ന പുഴയാണ്, അവിടെ നല്ല കാറ്റുമുണ്ട്. ഇത് എത്ര സമയം എടുക്കും ചേട്ടാ ഈ ചെമ്മീൻ ഇങ്ങനെ ചെയ്യാനായിട്ട്? അത് 10-20 മിനിറ്റ് വേവുള്ളതിനെ കൊണ്ട് ആദ്യം മുക്കാൽ ബോയിൽ ചെയ്തിട്ട് ബാക്കി ഇതിൽ റോസ്റ്റ് കിടന്ന. ഓക്കെ 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 ഓക്കെ. ഏകദേശം നല്ലപോലെ വരട്ടി വരുന്നുണ്ടല്ലേ? മഞ്ഞപ്പൊടി. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇടുക. അതിന്റെ സ്പൂൺ ഇവിടെ അതിന് കണക്കായിട്ട് ഇടുക. ഓക്കെ. പിന്നെ മല്ലിപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ചിട്ടാ മതി. കുറച്ചിട്ട് ആവശ്യത്തിന്. ഓക്കെ. അത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. ഏകദേശം തിക്ക് ഗ്രേവി ആയിട്ട് വരും. അത് റോസ്റ്റ് മോഡലാണ്. റോസ്റ്റ് മോഡലാണ്. ഓക്കെ, ഗ്രേവി അല്ല, റോസ്റ്റ് മോഡലാണ് ശരിക്കും പറഞ്ഞത്. നല്ല ഇതെന്തിൻ്റെ കൂടെ കഴിക്കാൻ സുഖം? ഇത് നമുക്ക് എന്ത് വേണമെങ്കിൽ നല്ല ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെയൊക്കെ കഴിക്കാം. പൊറോട്ടയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുക്ക് ചെയ്ത് കഴിക്കാം. ഓണിയൻ റോസ്റ്റാണ്. നല്ല കാറ്റ്, രക്ഷയില്ലാത്ത കാറ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി കൊടുക്കുകയാണ്. കുരുമുളക് പൊടി കൊടുത്തു. ഓക്കെ ഓക്കെ. നമ്മൾ മല്ലിച്ചപ്പിടുക. ഓക്കെ ഓക്കെ. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇത് പാകമായതിനു ശേഷം നമുക്ക് ഈ കൊഞ്ചിടാം. കൊഞ്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി കൊടുക്കുക. ഈ മല്ലിച്ചപ്പ് ഇതും പിന്നെ ഒന്ന് നല്ല റോസ്റ്റ് ആക്കിയതിന് ശേഷം ഈ കൊഞ്ചപ്പ് ഇതിനകത്ത് കിടന്ന് വെന്തോളും. ഏകദേശം വേവായതാണ്. ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനുള്ള ശരി. ഇതിനൊരു 5 മിനിറ്റ് ഒന്ന് ഇതിലവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എരിവും പുളിയൊക്കെ. മറ്റൊന്ന് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങി വെക്കണം. മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒരു 10-20 മിനിറ്റ് നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത കൊഞ്ചാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അടിപൊളി. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ് റെഡിയാവും അല്ലേ? അതെ. ഓക്കെ ചേട്ടാ. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡ് ഹാബിറ്റ് എങ്ങനെയാ ചേട്ടാ? ഈ ആൾക്കാരുടെ
മീനാണ് കൂടുതൽ കഴിക്കുന്നത് അതോ മീനും ഞണ്ട് കൊഞ്ച് ഇവിടെ ഇത് പുഴ മത്സ്യം കിട്ടുന്നതിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദ്വീപ് പോലത്തെ സ്ഥലമാണല്ലേ കാരണം 4 സൈഡും വെള്ളത്തിലാൽ ചുറ്റപ്പെട്ട തിരുത്തി തന്നെ അതിന്റെ ആ സൈഡിന്റെ പേര് തിരുത്തി എന്നാണ്. ഓക്കെ, അപ്പോൾ കൂടുതലും മത്സ്യമാണ് ഇവിടുത്തെ ആഹാര രീതി അല്ലേ? അതെ അതെ. കൂടുതലും ഇവിടെ വൈകിട്ടാവുമ്പോൾ ഒരു 10, 15, 20 ചൂണ്ടലുകാർ ഈ പാലത്തിന് ഇവിടുന്ന് ആയിട്ട് ഉണ്ട്. ശരി, ഡെയിലി ആയിട്ടുണ്ടാവും. ഇവിടെ ചെമ്പല്ലി, ഇരുമീൻ, വലിയ വലിയ മീനുകൾ കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം റെഡിയായി. ഇനി ഇതൊന്ന് തണുക്കണം അല്ലേ? തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. എന്ത് ഭക്ഷണത്തിനോട്. ഓക്കെ.